ഹലോ എവരി വൺ. അഭിരുചികൾക്കൊക്കെ പിന്നിൽ ഒരു ജനറൽ ഇന്റലിജൻസ് ഫാക്ടർ ഉണ്ടോ? ചാൾസ് പിയർമാന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ സെറ്റും വെച്ച് മെഷർ ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ SAATയിൽ 8 ആപ്റ്റിറ്റ്യൂഡ്സ് ഉണ്ട്. ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് തൊട്ട് ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് വരെ. ഇതിന്റെ കോറിലേഷൻ മെട്രിക്സ് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അത് -1, 0, +1 വരെ, അതായത് 0 to 1 എല്ലാം പോസിറ്റീവിൽ വരുന്ന ഒരു കാര്യം. പ്രഥമ ദൃഷ്ടിയ നമ്മുടെ ഒരു അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്നായി ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് അറിയുന്ന ഒരാൾക്ക് മെക്കാനിക്കൽ റീസണിങ് കൂടെ കുറവായിരിക്കാം എന്നുള്ളൊരു കാര്യമാണ്. നന്നായി ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് അറിയുന്ന ഒരാളുടെ അബ്സ്ട്രാക്ട് റീസണിങ്ങും പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷേ ഇത് എത്രമാത്രം പോസിറ്റീവ് ആയിരിക്കാം എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നെഗറ്റീവ് പോകുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ കോറിലേഷൻ മെട്രിക്സ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡും വെർബൽ റീസണിങ്ങും പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ് 0.68 എന്നുള്ളൊരു കാര്യത്തിൽ. നേരെ മറിച്ച് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് മെക്കാനിക്കൽ റീസണിങ് കൂടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് 0.15 ആണ്. ഇതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ 8 ആപ്റ്റിറ്റ്യൂഡുകളുടെ ഈ മെട്രിക്സ് മൊത്തം ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ അഭിരുചികളും ബാക്കിയുള്ള അഭിരുചികളുമായിട്ട് പോസിറ്റീവ്ലി തന്നെയാണ് കോറിലേറ്റഡ്, ഒന്നും നെഗറ്റീവ് ആയിട്ടില്ല. ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നു. കാരണം ഈ ആപ്റ്റിറ്റ്യൂഡുകളെല്ലാം ഇൻഹറന്റ്ലി കണക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മെനിഫോൾഡ് എക്സിസ്റ്റിംഗ് ആണോ? അങ്ങനെയാണെങ്കിൽ ആ എക്സിസ്റ്റിംഗ് മെനിഫോൾഡിനെ നമുക്ക് ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ്. സ്പിയർമാന്റെ അനുമാനത്തിൽ ഈ ജനറൽ ഇന്റലിജൻസ് ആണ് ബാക്കിയുള്ള ആപ്റ്റിറ്റ്യൂഡുകളെല്ലാം കൺട്രോൾ ചെയ്യാവുന്ന ഒരു പാർട്ട്. പക്ഷേ ഈ ജനറൽ ഇന്റലിജൻസ് ഫാക്ടറിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു കാര്യം ക്രിട്ടിക്കലാണ്. കാരണം ഇത് വിസിബിൾ അല്ല. അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പിയർമാൻ ഡെവലപ്പ് ചെയ്ത ടെക്നിക്കുകളിലൊന്നാണ് ഇപ്പോൾ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതിൽ നിന്ന് നമുക്ക് എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം. ഈ എയ്ഗൻ വാല്യൂസ് നമുക്ക് പറഞ്ഞു തരും ആ ഫാക്ടർ എത്രമാത്രം ഒരു ടെസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഫാക്ടർ 1നെ നമ്മൾ ജനറൽ എബിലിറ്റി G ആയിട്ട് മെഷർ ചെയ്താൽ അതിന്റെ എയ്ഗൻ വാല്യൂ 4.15 ആണ്. അതായത് മൊത്തം വേരിയൻസിന്റെ 52% ഈ ജനറൽ എബിലിറ്റി ഫാക്ടർ 1 മെഷർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ജനറൽ എബിലിറ്റി എന്നുള്ളൊരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിയർമാൻ പറയുന്നത് പോലെ യെസ് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ അതാണോ എല്ലാം, ഓൾ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എബിലിറ്റിനെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഒരു ജനറൽ എബിലിറ്റി ഉണ്ട്, പ്ലസ് വേറെ കുറച്ച് കോൺസ്റ്റൻസ് കൂടി ഉണ്ട്. അതെന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ. അതായത് എബിലിറ്റി എന്ന് പറയുന്നതിനെ ഒരു ജനറൽ എബിലിറ്റിയിൽ ഒതുക്കാൻ പറ്റുമോ, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച്.